കുറച്ച് ഡിഫറെൻ്റ് ആണ്. സിൻസ് ഐ ഡിഡ്ന്റ് ഗോട്ട് ഇനഫ് ടൈം ഐ വിൽ ബി സിറ്റിംഗ് ഹിയർ ആൻഡ് റീഡിങ്. സോ ലെറ്റ്സ് റീഡ് ടുഡേയ്സ് ന്യൂസ്. അപ്പോൾ ഇന്ന് 2nd ജൂലൈ ആണ്. നമുക്ക് ഇന്നത്തെ ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ഏതൊക്കെയെന്ന് നോക്കാം. സോ ഇന്ന് നമുക്ക് കുറച്ചുകൂടി ചെറിയൊരു പേപ്പറാണ്, ബട്ട് 14 പേജസ് ഉണ്ട്. ഇറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ആവശ്യത്തിന് കണ്ടൻറ്റ് കാണും ചിലപ്പോൾ പേജസ് എണ്ണം കുറവാണെങ്കിൽ. ഞാൻ എന്തായാലും ആദ്യത്തെ പേപ്പർ എടുക്കുകയാണ്. സോ ഫസ്റ്റ് സൈഡ് ആഡാണ്. ബാക്ക് സൈഡിൽ സ്പോർട്സ് ഉണ്ട്, നമുക്ക് നോക്കാം. So James decides to leave Lakers play in 24th NBA session. Achyuta Aditya Arjun duo exits from Canada Open. Santosh post an upset with in Asia Junior Badminton. Again, പ്രത്യേകിച്ചൊന്നുമില്ല. T20 World Cup South Africa has its task cut out against England. Woolward and Cap need to bring their A game. Again കളിയുടെ അപ്ഡേറ്റുകളേ ഉള്ളൂ. വാട്ട് സ്ഥലേക്കർ is up to is these days planning cricket tours. Okay. Jacquet completes Liverpool move from Rennes. Z gets the Bundesliga. Chelsea signs Italy defender Pallister from Atlanta. Abhinand Divyanshi duo makes sure of a medal for India. Okay, ഇവിടെ ടേബിൾ ടെന്നീസിൻ്റെ ഇതിൽ എന്തോ ഒരു അപ്ഡേറ്റ് പറയുന്നുണ്ട്. സെമി ഫൈനൽസിൽ അവർ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പേരൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. അഭിനന്ദും ദിവ്യാൻഷിയും അവരുടെ ഡുവോ ആണ്. ഏകദേശം മെഡൽ കിട്ടാൻ ചാൻസ് ഉള്ള രീതിക്കാണ് നിൽക്കുന്നത്. ടോപ്പ് സീഡഡ് ഇത് അണ്ടർ-19 മിക്സ്ഡ് ഡബിൾസ് ആണ് കേട്ടോ. മിക്സ്ഡ് ഡബിൾസ് പെയർ ഓഫ് PB അഭിനന്ദ് ആൻഡ് ദിവ്യാൻഷി ഭൗമിക് മൂവ്ഡ് ഇൻ ടു സെമി ഫൈനൽ ആഫ്റ്റർ പ്രൊഡ്യൂസിങ് എ സെൻസേഷണൽ വിക്ടറി ഓവർ ദർ ചൈനീസ് ഒപ്പോണൻറ്റ്സ് അറ്റ് ദ ഏഷ്യൻ യൂത്ത് ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്സ്. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഈ ഏഷ്യൻ യൂത്തിൻ്റെ ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്സിൽ പഴയ വർഷത്തെയും കൂടെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണോ, കാരണം ഇപ്പോൾ ഉടനെ തന്നെ നമുക്ക് എന്ത് ചെയ്യും, ഇതിൻ്റെ ഫൈനൽസ് അറിയാൻ പറ്റും. പ്രീ ക്വാർട്ടർ ഫൈനൽസിൻ്റെ ഒക്കെ ഡേറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റ് ആകുമ്പോൾ ഒന്ന് പഠിക്കണം. കാരണം ഇവർ ഇപ്പോൾ സെമി ഫൈനൽസ് എത്തിയിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ഇന്ത്യ എന്നുള്ളവർ ദേ മെയ്ഡ് ഇറ്റ് ടു ദി സെമി ഫൈനൽ. സോ അഭിനന്ദ് ആൻഡ് ദിവ്യാൻഷി ബിക്കംസ് ഇമ്പോർട്ടൻറ്റ്. Aaron Avanish same pitch shared dream. Again nothing. I think that is not of any importance. ഇനി അടുത്ത പേജ് എടുക്കുമ്പോഴും വീണ്ടും വി സ്റ്റിൽ ഹാവ് അനദർ സ്പോർട്സ് പേജ്. ഓക്കെ, ഇപ്പോൾ ഇതിൽ മെക്സിക്കൻ പാർട്ടി ഇതെല്ലാം ഫിഫയുടെ അപ്ഡേറ്റ്സ് ഉണ്ട്. ഓക്കെ, പ്രത്യേകിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊന്നും കാണില്ല. കെയിൻ മാജിക് ഹെൽപ്സ് ഇംഗ്ലണ്ട് സർമൗൺ ഡോക്ടർ ഡിയർ കോങ്കോ. ഫിഫയുടെ അപ്ഡേറ്റ്സ് ആണ്. പിന്നെ ഈ ഒരു പേജ് ഫുള്ള് ഗോഫ് സർവീസസ്. വിംബിൾഡണിൽ ഗോഫ് സർവീസസ് കെയർ സെറീന എക്സിറ്റ്സ് ഇൻ ദ ഓപ്പണിംഗ് റൗണ്ട്. ഓക്കെ, പ്രത്യേകിച്ചൊന്നുമില്ല നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിന് പറയാനായിട്ട്. പിന്നെ ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് ന്യൂസ് ഇൻ നമ്പേഴ്സ്. ഇവിടെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിൻ്റെ ഫിസ്ക്കൽ ടൈറ്റ് റോപ്പ് എന്ന് പറഞ്ഞിട്ട്, ഓക്കെ ഇത് ഫ്രണ്ട് ക്യാമറയുടെ ഓപ്പോസിറ്റായിട്ട് കാണത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഐ ഫീൽ ക്യൂരിയസ് ടു റീഡ് അബൌട്ട് ഇറ്റ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലല്ല, പക്ഷേ എന്നാലും ഒരുപാട് എന്തൊക്കെയോ സ്റ്റാറ്റിസ്റ്റിക്സ് ഇവരിവിടെ കാണിക്കുന്നുണ്ട്. മൻരേഗയുടെ കാര്യം പറയുന്നുണ്ട്, ഡ്രൈവിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്, ട്രൈബൽ കമ്മ്യൂണിറ്റീസിന് വേണ്ടിയിട്ടുള്ള പാക്കേജസിൻ്റെ കാര്യം പറയുന്നുണ്ട്, അത് ബംഗാൾ ഗവൺമെൻറ്റിലെ ഡൽഹിയിലെ കാര്യം പറയുന്നുണ്ട്, മുംബൈയിലെ കാര്യം പറയുന്നുണ്ട്, ഫ്രാൻസിലെ ഹീറ്റ് വേവ്സിൻ്റെ കാര്യം. സോ ദേ ലൈക്ക് കവറിങ് എ ലോട്ട് ഓഫ് തിങ്സ്. ഐ ഡോണ്ട് നോ വാട്ട് ഇറ്റ് ഈസ്. ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് ഈ ന്യൂസ് പേപ്പറിനകത്തുള്ള കാര്യങ്ങളാണോ എന്നറിയില്ല. സോ ഐ വിൽ കീപ്പ് ഇറ്റ് ലേറ്റ് ഫോർ ലേറ്റ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലീഫ് കഴിഞ്ഞു. കമ്മിങ് ടു ദ മെയിൻ ലീഫ്. ഓക്കെ, സോ ഐ വിൽ ജസ്റ്റ് റീഡ് വിത്ത് ദിസ്, എന്നിട്ട് നമുക്ക് പീൽ ഓഫ് ചെയ്യാം. So here special court rejects Priyank's contention. Kane powers England into last 16 UN panel. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ഉള്ളത് ഐ വിൽ എക്സ്പ്ലെയിൻ ഇറ്റ് ടു യു. Panel flags risk of unchecked AI progress. Army chief unveils transformation. Okay. ഓക്കെ, ഇന്നലെ നമ്മളൊരു ന്യൂസ് വായിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഗൂഡംപാറ എസ്റ്റേറ്റിൽ നമ്മുടെ കാർഡമിൻ്റെ പേരിൽ കുറേ ഏക്കേഴ്സ് ഓഫ് ലാൻഡ് മിസ്യൂസ് ചെയ്ത് മരങ്ങൾ വെട്ടിച്ചിട്ട് അവർ കമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് ബിൽഡിങ്സ് പണിയാൻ യൂസ് ചെയ്യുന്നുള്ള രീതിയിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനിൽ ഹൈക്കോടതി തന്നെ സുവമോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി വിചാരണയൊക്കെ പിന്നീട് ഉണ്ടാവുമായിരിക്കും, നമുക്ക് നോക്കാം. പിന്നെ ഫിനാൻസ് ബിൽ പാസ്ഡ് ബൈ ദ അസംബ്ലി. കേരള ഫിനാൻസ് ബിൽ നമ്പർ 3 വിച്ച് ഫീച്ചേഴ്സ് ദ ലോവേഡ് സെയിൽസ് ടാക്സ് ഓൺ ലോ ആൽക്കഹോൾ വാസ് പാസ്ഡ് ബൈ. നമ്മൾ ലോ ആൽക്കഹോൾ കണ്ടൻറ്റുള്ള ബിവറേജസിന് ടാക്സ് കുറയ്ക്കുക എന്നുള്ളൊരു രീതിയിലുള്ളൊരു റിവിഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബില്ല് പാസ്സായി എന്നുള്ളൊരു രീതിക്ക് കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഇല്ല.
ലോ ആൽക്കോൾ ബിവറേജസിന് ചെയ്തു എന്നാണ്. പക്ഷേ സ്റ്റിൽ അറിഞ്ഞിരിക്കുന്നതല്ല, ചോദിച്ചാലോ ഒന്നും പറയാൻ പറ്റില്ല അല്ലേ, PSC കാര്യമല്ലേ. ഗവർണർ ഗിവ്സ് നോട്ട് ടു SEC അപ്പോയിൻമെൻറ്റ്. Governor has assented to the recommendation to appoint N. Sheshadrinathan, Judge, Family Court, Irinjalkuda as SEC. അതും ലേറ്റർ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. Commercial LPG prices reduced by 183 rupees per refill. The first price cut this year follows a hike of 1,345 rupees in 4 tranches. No respite for domestic users. ATF എന്ന് പറയുമ്പോഴത്തേക്കും ഏവിയേഷൻ ടർബൈൻ ഫ്യൂൽ അങ്ങനെ എന്താണെന്ന് തോന്നുന്നതിൻ്റെ പേര്. ലെറ്റ് മീ ചെക്ക്. ATFിൻ്റെ എക്സ്പാൻഡഡ് ഫോം ഇവിടെ കാണുന്നില്ല. ഏവിയേഷൻ ടർബൈൻ ഫ്യൂൽ തന്നെ, ഓക്കെ, അതിൻ്റെ റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നയാര എനർജിയും 5 രൂപ 3 രൂപ വെച്ചിട്ട് പെട്രോൾ ഡീസലിന് കുറച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു അപ്ഡേറ്റ് ആണ്, നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിന് എപ്പോഴൊക്കെ ഡീസലിന് വില കുറച്ചൊന്നും ചോദിക്കില്ല, അപ്പോൾ അത് ആ രീതിയിൽ കണ്ടാൽ മതി. GST revenues up 14% in June amid dependence on imports. ഇതുപോലെ വരുന്ന GST ടാക്സ് എക്കണോമിക് റിലേറ്റഡ് ആയിട്ടുള്ള കൺസെപ്റ്റ് വരുന്ന ന്യൂസുകളൊക്കെ ഞാൻ വായിക്കാൻ ശ്രമിക്കാറുണ്ട്. കാരണം ഈ ഒരു ഇപ്പോഴത്തെ കാലത്ത് PSCയുടെ ഒരു ട്രെൻഡ് വെച്ചിട്ട് നമ്മളിപ്പോൾ സ്റ്റാറ്റിക് ആയിട്ടുള്ള GK, അതായത് കൺസെപ്റ്റ് വൈസ് എക്കണോമിക്സ് പഠിക്കും, പക്ഷേ അത് റിയൽ ലൈഫിൽ നമ്മുടെ എക്കണോമിയിൽ എങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് അറിഞ്ഞാലേ നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റും. പലപ്പോഴും ഈ ആപ്ലിക്കേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ റിയൽ ലൈഫ് എക്സാമ്പിൾസ് വെച്ചിട്ട് തന്നെ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ കേസസ് വായിക്കണം. അപ്പോൾ ഇതൊന്ന് വായിക്കണം. ഫസ്റ്റ് പേജിൽ തന്നെ ഇത് ഒരു വലിയൊരു ഏരിയ ആണ്, അത് നമുക്ക് നോക്കാം. പിന്നെ VB G-Ramji ടു ഓഫർ മിനിമം ₹300 a day. ഇപ്പം ജൂലൈ 1 തൊട്ട് VB G-Ramjiയുടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ്. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ് നോക്കണം. ഡേ ആഫ്റ്റർ MSC അദാനി വിഴിഞ്ഞം ഡീൽ, CM സേസ് സ്റ്റേറ്റ് നോഡ് മസ്റ്റ്. അപ്പോൾ ഇവിടെ നമ്മുടെ അദാനി വിഴിഞ്ഞത്തിൻ്റെ പോർട്ടിൻ്റെ 49% MSC എടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ള ഇന്നലത്തെ ന്യൂസിൽ നമ്മൾ ന്യൂസ് പേപ്പറിൽ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനാണ്. വി ഹാവ് ടു റീഡ് ഇറ്റ്, എന്താണ് സംഭവം എന്നുള്ളത്. വാട്സാപ്പിൻ്റെ ഒരു അപ്ഡേറ്റിൻ്റെ കാര്യം ഇവിടെ പറയുന്നുണ്ട്, അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. US സ്റ്റാൻഡേർഡ് എൻഡ്സ് വേൾഡ് ബാങ്ക്സ് ക്ലൈമറ്റ് ഫിനാൻസ് ടാർഗറ്റ്സ്. അപ്പോൾ ഇത് വേൾഡ് ബാങ്കിൻ്റെ ക്ലൈമറ്റ് ഫൈനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ടാർഗറ്റ്സിനെ പറ്റി USൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയും പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഓക്കെ, നമുക്കപ്പം 1, 2, 3, 4 ഫ്രണ്ട് പേജിൽ തന്നെ ഒരു 4 ന്യൂസ് ഉണ്ട്. ഞാൻ പറഞ്ഞു പേജസിൻ്റെ എണ്ണം കുറയുന്നതെന്ന് കണ്ടൻറ്റ് കൂടുതലായിരിക്കും നമുക്ക് കവർ ചെയ്യാനായിട്ട്. ബട്ട് എനിവേ ലെറ്റ്സ് ലുക്ക് ഇൻ ടു, കാരണം നമുക്ക് പഠിക്കണമല്ലോ. സോ ആദ്യത്തത് GSTയുടെ ന്യൂസാണ്. GST റവന്യൂസ് അപ്പ് 14% ഇൻ ജൂൺ. ഇപ്പോൾ ജൂലൈ ആയി, കഴിഞ്ഞ മാസം GSTയിൽ നിന്ന് കിട്ടിയ റവന്യൂ 14% കൂടിയിട്ടുണ്ട്. അമിഡ് ഡിപ്പെൻഡൻസ് ഓൺ ഇമ്പോർട്ട്. നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, അതായത് പുറം രാജ്യങ്ങളെ നമുക്ക് ആശ്രയിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് പോലും GSTയിൽ നിന്ന് കിട്ടിയ റവന്യൂ 14% ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. GST എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇന്ത്യക്കകത്ത് സെല് ചെയ്യുന്ന ഗുഡ്സിൻ്റെയൊക്കെ സർവീസസിൻ്റെയും ടാക്സ് ആണ് വരുന്നത്. അപ്പോൾ ഇമ്പോർട്ട് കൂടിയിട്ട് പോലും നമുക്ക് 14% ഇമ്പ്രൂവ്മെൻറ്റ് GSTയിൽ മാത്രം കിട്ടുന്ന റവന്യൂ ഉണ്ടായിരുന്നു. സോ അതെന്താണെന്ന് നോക്കാം. ഗവൺമെൻറ് GST റവന്യൂ ഗ്രൂ 13.9% ടു ₹1.95 lakh crore in June 2026 compared with corresponding period in 2025, the highest year-on-year growth rate in 13 months. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് എക്കണോമിക്സ് വായിക്കുമ്പോൾ ഒരു ട്രെൻഡ് കണ്ടത്, ഈ മാസത്തെ ഒരു എക്കണോമിക് സ്റ്റാറ്റസ് പറയുവാണെങ്കിൽ ദേ വിൽ കമ്പയർ ഇറ്റ് ടു ലാസ്റ്റ് ഇയേഴ്സ്, അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു 5-6 മാസത്തെ വെച്ച് ഇങ്ങനെ കമ്പാരിസൺ ചെയ്യും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഉറപ്പായിട്ടും ഒരു വർഷം മുന്നേ കഴിഞ്ഞ മെയ്യിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ജൂണിൽ എന്തായിരുന്നു എന്നുള്ളൊരു അവസ്ഥ അവർ പറയുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ദ ജനറൽ ട്രെൻഡ് ഐ എം സീയിങ്. സോ ലെറ്റ് സി വൈ സോ. However, the bulk of this growth came from imports, with the tax collected from domestic transactions growing far slower. The data shows that GST revenue from domestic transactions grew 6.5% to about 1. This made up 69%. ഡൊമസ്റ്റിക് ട്രാൻസാക്ഷൻസ് ഗ്രൂ. അപ്പോൾ ഈ പറയുന്ന പോലെ ഞാനിപ്പോൾ മനസ്സിലാക്കിയൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അതായത് ഇമ്പോർട്ട് ചെയ്യുമ്പോഴും നമുക്കൊരു GST പേയ്മെൻറ്റ് ഉണ്ടല്ലോ. അപ്പോൾ ആ GSTക്കാളും നമ്മൾ ഡൊമസ്റ്റിക് ലെവൽ, അതായത് കൺട്രിക്കകത്തുള്ള സെയിൽസിലുണ്ടായ GST റവന്യൂ ആണ് കൂടുതൽ. 69% ഏകദേശം. ഈ 14% കൂടി എന്ന് പറഞ്ഞില്ല, അതിലൊരു മെജോറിറ്റിയും നമ്മുടെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസിൽ നിന്ന് കിട്ടിയാണ്. This made up 69% of total GST revenue earned that month, down from 74% share it held. പക്ഷേ കഴിഞ്ഞ വർഷം ജൂണിൽ നമ്മുടെ ഡൊമസ്റ്റിക് ട്രാൻസാക്ഷൻസിൽ നിന്ന് 74% നമുക്ക് റവന്യൂ ഉണ്ടായിരുന്നു. അതായത് ഇപ്പം ഇമ്പോർട്ട്സും ഡൊമസ്റ്റിക് ട്രാൻസാക്ഷൻസും എടുത്തു കഴിഞ്ഞാൽ അതിൽ കഴിഞ്ഞ വർഷം 24% ഡൊമസ്റ്റിക്കിൽ നിന്നായിരുന്നു. പക്ഷേ അത് കുറഞ്ഞിട്ട് 69 ആയിട്ടുണ്ട്. പക്ഷേ വെസ്റ്റ് ഏഷ്യ ക്രൈസിസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഐ തിങ്ക് ഇറ്റ്സ് സ്റ്റിൽ എ ഗുഡ് മാർക്കർ. റവന്യൂ ഫ്രം ഇമ്പോർട്ട്സ് ഓൺ ദി അതർ ഹാൻഡ് ഗ്രൂ. അപ്പം ഒബ്വിയസ്ലി ഇത് താഴുമ്പോൾ ഇമ്പോർട്ട് എന്നുള്ളത് കൂടുമല്ലോ, അതും പറഞ്ഞിട്ടുണ്ട്.
This marks the 16th consecutive month in which GST revenues from imports have grown in double digits and the 10th straight month in which their growth has exceeded in the growth in revenues from domestic transactions. അപ്പോൾ ഇവിടെ ഒരു ബാലൻസ് ആണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഡൊമസ്റ്റിക് ട്രാൻസാക്ഷനിൽ ഉണ്ടാകുന്ന GST റവന്യൂ ഇമ്പോർട്ട് ചെയ്ത് പുറം രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളിൽ വരുന്ന GSTയുടെ റവന്യൂ വെച്ച് നോക്കുമ്പോൾ ഇമ്പോർട്ട്സിന് ഒരു വലിയ വെയിറ്റേജ് വരുന്നുണ്ട്. അത് കൂടി വരുന്നുണ്ട്, ഡൊമസ്റ്റിക്കിൽ കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ അതെന്തായിരിക്കും ഇൻഡിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് എക്കണോമിയിൽ അത് നമുക്ക് മനസ്സിലാക്കണം. Tax experts are divided on the cause for this sharp rise in revenues from imports, but they agree that it is something the government must keep an eye on. Further, as GST marked 9 years of implementation on Wednesday, tax experts point to several aspects such as input tax credits, dispute resolution, multiple registrations, and inverted duty structure as issues that still need to be addressed. However, they do acknowledge that the system has been steadily improving over the years. According to Saurabh Agarwal, tax partner at EY India, a possible reason could be that India is importing that what it should be manufacturing. നമ്മൾ മേക്ക് ഇൻ ഇന്ത്യ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും വി ആർ സ്റ്റിൽ ഡിപ്പെൻഡിങ് ഓൺ അതർ കൺട്രീസ് ഫോർ മെനി തിങ്സ്. അത് മാറണമെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. എന്നാലല്ലേ ഒബ്വിയസ്ലി ഡൊമസ്റ്റിക് ട്രാൻസാക്ഷൻസ് കൂടത്തുള്ളൂ. പുറത്ത് രാജ്യങ്ങളിൽ നിന്നുള്ള ആവശ്യകത കുറയുമ്പോഴേ നമുക്ക് ആ ഒരു റവന്യൂ ബാലൻസ് ചെയ്യാൻ പറ്റൂ. റൈസിംഗ് ഷെയർ ഓഫ് കളക്ഷൻസ് ഫ്രം ഇമ്പോർട്ട്സ് വാറൻറ്റ്സ് ക്ലോസർ. ഓക്കെ, അപ്പോൾ അത് ഐ തിങ്ക് ഐ ഗോട്ട് ദി ഐഡിയ ഓഫ് വാട്ട് ഇറ്റ് ഇസ്. ഇതിൻ്റെ കാര്യങ്ങൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വേറെ പേജിൽ കൊടുത്തിട്ടുണ്ടെങ്കിലും ഐ എം നോട്ട് ഗോയിങ് ടു റീഡ് മച്ച്. ഇപ്പോൾ എനിക്കൊരു ഐഡിയ കിട്ടി, സോ ഐ എം സ്റ്റോപ്പിംഗ് ഇറ്റ്. ഇനി VB ചീരാഞ്ചിയുടേത് പറഞ്ഞാൽ ടു ഓഫർ മിനിമം ₹300 per day. The center has fixed a floor wage of ₹300 per day under this Act of 2025, which came into effect on Tuesday, replacing the Manrega 2005. 21 states and union territories which paid less than ₹300 per day under Manrega have had their wage rates increased to this level, while states are already paying about 300, so more minimal hikes. 4 major Hindi belt states saw significant wage increase, ₹48 in UP. അങ്ങനെ ഇൻക്രീസിൻ്റെ കാര്യം പറയുന്നുണ്ട്. Barring the UT of Dadra Nagar Haveli and Daman and Diu, where wages remain unchanged from Manrega levels. Telangana lowest increase of ₹1. ഓക്കെ, അപ്പം 300 രൂപയാണ് മിനിമം ഇപ്പോഴത്തേൽ പറയുന്നത്. ഓൾറെഡി മൻരേഗയുടെ ഭാഗമായിട്ട് 300 മുകളിൽ പെർ ഡേ കൊടുത്തുകൊണ്ടിരുന്നത് ഓക്കെയാണ്. അങ്ങനെ കൊടുക്കാത്ത സ്റ്റേറ്റ്സും യൂണിയൻ ടെറിട്ടറീസും എന്ത് ചെയ്യണം, കൂട്ടി കൊടുക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ അതെങ്ങനെ 21 സ്റ്റേറ്റ്സും യൂണിയൻ ടെറിട്ടറീസുമാണ് ആക്ച്വലി ഉള്ളത്. സോ അതും ഇമ്പോർട്ടൻ്റ് ആണ്. Day after MSc Adani Vidinyam deal, CM says state nod must. A day after announcement by Adani Ports and Special Economic Zone Limited, that Switzerland-based Mediterranean shipping company group will acquire 49% stake in Adani Vidinyam Port Private Limited. The concessionaire and operating company for the Vidinyam International Seaport. The state government on Wednesday made it clear that its approval was required for share transfer under the MSc Adani agreement. Replying to a submission by leader of opposition Pinarayi Vijayan in the assembly, CM VD Sadishan said the proposed acquisition of a stake in AVPPL by MSc had come to the attention of government through media reports. Adani Port authorities had not initiated any correspondence or communication with the government in this regard. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഇന്നലെ വായിച്ച ന്യൂസ് ആക്ച്വലി ഗവൺമെൻറ് അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. ന്യൂസിലൂടെ മാത്രമാണ് അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ളൊരു ഇത് വന്നിട്ടില്ല. ആസ് പെർ ക്ലോസ് 5.3 ഓഫ് ദി കൺസെഷൻ അഗ്രിമെൻറ്റ്, ഇറ്റ് ഈസ് ക്ലിയർലി സ്റ്റേറ്റഡ് ദാറ്റ് കൺസെഷനർ ഷോൾ നോട്ട് അണ്ടർടേക്ക് ഓർ പെർമിറ്റ് എനി ചേഞ്ച് ഇൻ ഓണർഷിപ്പ് എക്സെപ്റ്റ് വിത്ത് ദ പ്രയർ അപ്രൂവൽ ഓഫ് അതോറിറ്റി. അതോറിറ്റിയുടെ അപ്രൂവൽ ഇല്ലാതെ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അക്വയർ ചെയ്യാൻ പറ്റില്ല. ഹിയർ ദി അതോറിറ്റി റെഫേഴ്സ് ടു ഗവൺമെൻറ് ഓഫ് കേരള. അതായത് ഗവൺമെൻറ് ഓഫ് കേരള പെർമിഷൻ ഇല്ലാതെ ഒരു അക്വയറിങ് നടക്കത്തില്ല അദാനി പോർട്ടിൻ്റെ ആ ഒരു കമ്പനിയിലോട്ട്. അപ്പോൾ അത് എന്തായാലും നമ്മൾ നോക്കും. Since the authorities, the government, no change in ownership can be made without the prior approval of Kerala government. Further, according to the Companies Act, a change in ownership can be implemented only if more than 75% of shares are transferred. ഇപ്പോൾ ഇതൊരു പകുതി ശതമാനം, അതായത് 50% മാത്രമേ ട്രാൻസ്ഫർ ചെയ്ത് ഷെയർ ചെയ്യുന്നതായിട്ട് പറയുന്നുള്ളൂ. 75% ഷെയർസ് ട്രാൻസ്ഫർ ചെയ്താൽ മാത്രമേ ഒരു ഓണർഷിപ്പ് എക്സ്ചേഞ്ച് നടക്കും. അതായത് അദാനി പോർട്ടിൽ നിന്ന് MSc ഗ്രൂപ്പിലോട്ട് മാറണമെന്നുണ്ടെങ്കിൽ 75%, അത് കമ്പനീസ് ആക്ട് പ്രകാരമാണ് പറയുന്നത്. However, under the concession agreement signed between the state governmentum Adaniyum, a change in ownership is deemed to occur if 25% or more of the shares are transferred. പക്ഷേ അത് കമ്പനീസ് ആക്ടിൽ പറയുന്നതാണ്. ഇവർ പറയുന്നത്
ഈ വിഴിഞ്ഞം പോർട്ട് വന്ന സമയത്ത് അദാനിയും ഗവൺമെൻറ്റും കൂടെ, കേരള ഗവൺമെൻറ്റും കൂടെ ഒരു അഗ്രിമെൻറ്റ് സൈൻ ചെയ്തതിൽ 25% എങ്കിലും ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യാൻ അദാനിയിൽ നിന്ന് വാങ്ങുന്ന ആൾക്കാർക്ക് ചേഞ്ച് ആവുമെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ മെഡിറ്ററേനിയൻ സീ ഷിപ്പിംഗ് കമ്പനിക്ക് നമ്മുടെ ഓണർഷിപ്പ് മാറാൻ ചാൻസ് ഉണ്ട്. said even then such a change cannot be implemented without approval of Kerala government. കേരള ഗവൺമെൻറ് അപ്രൂവ് ചെയ്ത് എന്നാലും ഇത് പറ്റില്ല. ഇറ്റ് ഹാഡ് നോട്ട് ഇറ്റ് അപ്രോച്ച്ഡ്. അപ്പോൾ ഇങ്ങനെ ഒരു അപ്രോച്ച് കേരള ഗവൺമെൻറ്റിലേക്ക് അദാനി പോർട്ടിന് കമ്പനി വന്നിട്ടില്ല ഇതുവരെയും. സോ അത് നമുക്ക് ഫൈനലായിട്ട് അറിയണമെങ്കിൽ വിൽ ഹാവ് ടു വെയിറ്റ്. ദെൻ അപ്പോൾ ഈ പോർട്ടിന് നമുക്കറിയാം, വിഴിഞ്ഞം പോർട്ടിന് ഒരു സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ഉണ്ട്, നാഷണൽ സെക്യൂരിറ്റി കൺസേൺഡ് ആയിട്ടാണെങ്കിലും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് മാത്രമല്ല, അപ്രൂവൽ ഓഫ് യൂണിയൻ ഹോം മിനിസ്ട്രി ആൻഡ് യൂണിയൻ ഷിപ്പിംഗ് മിനിസ്ട്രിയും റിക്വയർഡ് ആണ്. സോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ ദിസ് കമ്പനീസ്, അപ്പോൾ ഇത് സ്വിറ്റ്സർലൻഡ് ബേസ്ഡ് ഓൺ ഇറ്റ്സ് എ ഫോറിൻ കമ്പനി. സോ വി ഹാവ് ടു ബി വെരി കെയർഫുൾ ഹൗ വി approach a company. This company is not merely a financial investor, it is the largest container shipping company in the world. അല്ലേ, നമുക്കറിയാം. സോ അത് നമ്മുടെ പോർട്ടിനെ യൂസ് ചെയ്യുന്ന എങ്ങനെയുള്ള രീതിയിലോട്ടാണ് മാറുന്നതെന്നുള്ളത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. ഇനി അടുത്തത് വേൾഡ് ബാങ്കിൻ്റെ ക്ലൈമറ്റ് ഫൈനാൻസ് ടാർഗറ്റ്സിനെ US എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. ഫോളോയിങ് ഡിസപ്രൂവൽ ഫ്രം US അഡ്മിനിസ്ട്രേഷൻ, വേൾഡ് ബാങ്ക് group has indicated that it would do away with its funding target for climate centric projects. We will complete a shift from inputs to outcomes to maximize development impact. We will retire the 45% climate co-benefits target and 35% target in CCAP, Climate Change Action Plan. We have done significant work in answering client demand and needs, the World Bank said on June 29 statement launched in 2020 over a 5-year period ending 2026. CCAP mandated the WBG to allocate 35% of its total financing for projects that reduced emissions or helped the communities. Okay, I think it's just a update. പ്രത്യേകിച്ച് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഞാൻ വിടുവാണ്. ഇനി വേൾഡ് പേജിലോട്ട് വരുവാണ്. ഷിപ്പിംഗ് കമ്പനീസ് യൂണിയൻ സ്റ്റിൽ കൺസിഡർ ഹോർമുസ് സ്ട്രെയ്റ്റ് ആസ് എ വാർ സോൺ. 2 arrested after hanging banner on Empire State Building antenna. RSF committed ethnic cleansing in Sudan. China ethnic unity law comes into criticism. US-Iran enter technical talks to secure peace deal. Shipping. Jared Kushner, Steve Witkoff meet Qatar's PM to prepare the negotiation but do not attend the Doha sessions. Talks are based on MOU signed last month. Trump says talks are making progress and that denuclearization is moving along. നോക്കാം. പ്രത്യേകിച്ച് ഇതൊരു അപ്ഡേറ്റ് ആണ് നമ്മുടെ വെസ്റ്റ് ഏഷ്യൻ വാറിൻ്റെ കാര്യത്തിൽ. ട്രൂപ്സ് ടു സ്റ്റേ ഇൻഡെഫിനിറ്റ്ലി ഇൻ ലെബനൻ, സിറിയ, ഗാസ ആൻഡ് കട്ട്സ്. Unchecked progress in AI may pose grave risks, warns UN panel. In the Strait of Hormuz, Iran firmly draws its red lines. For the news analysis, so I don't think there is significant importance. Ukraine hits Russian oil refinery. ഇപ്പോൾ ഇപ്പോഴത്തെ വേൾഡ് പേജ് എടുത്തു കഴിഞ്ഞാൽ വാറിൻ്റെ കാര്യങ്ങളല്ലാണ്ട് പ്രത്യേകിച്ച് വേറെ ഒന്നും വേൾഡിൽ നടക്കാത്ത പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. ബട്ട് ദാറ്റ് ഈസ് ദി ഫോർ. ഇനി അടുത്ത പേജിൽ regional page, census begins, enumerators set out to map homes and households. While the exercise gets off to a smooth start, locked houses emerges as the biggest hurdle. Many residents were away at work, requiring enumerators to make repeat visits. House listing exercise will continue until July 30th. Okay, fine. Concessions to staff on census duty. PIL challenges renewal of bar license, seeks CBI probe. Police register case against Tiny Tom. Okay, there is nothing much over here. Business page എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. NSC is a public authority under RPA Act. Auto wholesale surge in June due to continued demand. ED's pause under PMLA. Steep freight costs continue to alarm MSME exporters. While the entities do not have the margin to bear the steep hike in freight costs, not many buyers are willing to share them either. Those exporting perishables hit by wait for containers. Anthropic's top models fable mythos to return to India. The June 12 ban came just days after Indian organizations obtained access to mythos. Ireland hopeful of delivering on EU India. Okay.
ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ബിസിനസ് പേജിലും വി ഡോണ്ട് ഹാവ് മച്ച് ന്യൂസ്. സോ ട്രിവാൻഡ്രത്ത് എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. 2734 government teachers post unfilled vacancies include 737 LP UP teachers, high school teachers, 225 അങ്ങനെ കുറേ കാര്യങ്ങൾ. ക്രിഡായി കില ആനുവൽ കോൺഫറൻസ് ഓൺ ജൂലൈ 3rd and 4th. നാളെ മറ്റന്നാൾ നടക്കാൻ പോകുന്നത് ക്രിഡായി കേരള സ്റ്റേറ്റ് കോൺ 2026. ഫ്യൂച്ചർ ഓഫ് കേരളാസ് റിയൽ എസ്റ്റേറ്റ് ആൻഡ് എക്കണോമിക് ഗ്രോത്ത് അതിനെ സംബന്ധിച്ചാണ്. PD സതീശൻ ഇനോഗ്രേറ്റ് ചെയ്യും. ലോക്കൽ സെൽഫ് ഗവർണൻസ് മിനിസ്റ്റർ KM ഷാജി, ഫോറസ്റ്റ് മിനിസ്റ്റർ ഷിബു ബേബി ജോൺ, മേയർ ഉണ്ടാവും VV രാജേഷ്. തീം എന്ന് പറയുന്നത് റീഇമാജിനിങ് കേരള ടാലൻറ്റ് ടെക്നോളജി ടുമോറോ അങ്ങനെ പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ്. 2 day കോൺഫറൻസ് ആണ്. PSC റാങ്ക് ലിസ്റ്റ് റോ മിനിസ്റ്റർ കോൾസ് ഫോർ ക്യാൻസലിംഗ് അഡ്വൈസ് മെമോസ്. ഓക്കെ, PSCയുടെ കേസ് നമുക്കറിയാം. പിന്നെ നോ ഫൈനൽ ഡിസിഷൻ ടേക്കൺ PM ശ്രീ. PM ശ്രീയുടെ കാര്യം നമ്മൾ സ്റ്റേറ്റിൽ എത്രത്തോളം ഇംപ്ലിമെൻറ്റ് ചെയ്തു എന്നൊക്കെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് കുറേ കൺസേൺസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡിസ്കഷൻസ് ആണ്. BJP കൗൺസിലർ R. Sugathan's police custody ends without evidence collection. LDF works out over cutting allocations to local bodies in budget. Practical restrictions on visitors from next session, says Speaker. Ending the first session 16. Air Marshal Jasveer Singh Mann takes charge as Air Officer Commanding in Chief of SSC. അപ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് അപ്പോയിൻമെൻ്റ് ഉണ്ട്. എയർ മാർഷൽ ജസ്വീർ സിംഗ് ടേക്സ് ചാർജസ് എയർ ഓഫീസർ കമാൻഡിങ് ഇൻ ചീഫ് ഓഫ് SSC. SSC എന്ന് പറയുമ്പോൾ സദേൺ എയർ കമാൻഡാണ്. സദേൺ എയർ കമാൻഡിൻ്റെ എയർ ഓഫീസർ കമാൻഡിങ് ഇൻ ചീഫ് എന്നാണ് പറയുന്നത്. AOC ഇൻ C, അതായത് എയർ ഓഫീസർ കമാൻഡിങ് ഇൻ ചീഫ്. അദ്ദേഹത്തിൻ്റെ പേര് എയർ മാർഷൽ ജസ്വീർ സിംഗ് മന്നാണ്. സോ ഹീ സക്സീഡ്സ് എയർ മാർഷൽ മനീഷ് ഖന്ന. മുന്നേ മനീഷ് ഖന്ന ആയിരുന്നു. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് അപ്പോയിൻമെൻ്റ് ആണ്. സദേൺ എയർ കമാൻഡിലെ പുതിയ ചീഫിൻ്റെ പേരാണ്. ചീഫ് ആ ഒരു പോസ്റ്റിൻ്റെ പേര് എയർ ഓഫീസർ കമാൻഡിങ് ഇൻ ചീഫാണ്. AOC ഇൻ C എന്നാണ് എഴുതുന്നത്. ഓക്കെ, ദെൻ പിന്നെയുള്ള ന്യൂസിൽ ഗവൺമെൻറ് ആസ് വാട്സാപ്പ് ടു പുട്ട് ഹോൾഡ് ഓൺ യൂസർ നെയിം ഫീച്ചർ. ഡിസേബിൾഡ് ഇൻമേറ്റ്സ് മസ്റ്റ് ബി അലൗഡ് ടു സെൽഫ് ഐഡൻറ്റിഫൈ പ്ലീ. Government must ensure protection of disabled people from the moment they enter prison. Public figures must accept satirical criticism, says High Court. Delhi High Court told BJP that public must accept satirical criticism necessary and inevitable aspect. CBI arrests accused in digital arrest case from Rajkot. Despite relief, hotels are unlikely to reduce food prices soon. Owners want LPG at pre-war rates. Over 99% of births, deaths registered in 2024. എവിടെയും പ്രത്യേകിച്ച് വലിയ ഇമ്പോർട്ടൻറ്റ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അങ്ങനെയൊന്നും കണ്ടില്ല. ലെറ്റ്സ് സീ കേരള പേജിൽ എന്തെങ്കിലും ന്യൂസ് ഉണ്ടോയെന്ന്. Finance bill passed by Assembly amid boycott by opposition LDF. Bill says the tax revision pertaining to low alcohol beverages will take effect only after a government notification in the Gazette. LDF objects to the bill on the grounds that the government is passing it without referring it to the House's subject committee. അപ്പം ഇപ്പോൾ ഒരു ഫിനാൻഷ്യൽ ബില്ല് പാസ്സാക്കിയെങ്കിലും ഇത് ഗസറ്റ് പ്രകാരമായിരിക്കും ഇത് നിലവിൽ വരിക എന്നാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു ആ സുവോമോട്ടോ എടുത്ത കേസിൻ്റെ കാര്യം പറഞ്ഞു. SIT ഫോംഡ് ടു പ്രോബ് ഓർഗൻ ട്രാഫിക്കിംഗ് ആൻഡ് ഫോർജറി ചാർജസ്. ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തുടങ്ങാൻ പോവുകയാണ് ഫോർ ഓർഗൻ ട്രാഫിക്കിങ്ങും ഫോർജറി ചാർജസ്. അതിന് പ്രത്യേകിച്ച് പേരൊന്നും കൊടുത്തിട്ടില്ല, അപ്പോൾ അത് അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. വോണ്ട് ലെറ്റ് കമ്മ്യൂണലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ സീസ് മിനിസ്റ്റർ. ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ റോജി M. ജോൺ ഹാസ് റിയാക്റ്റഡ് നോട്ട് പെർമിറ്റ് കമ്മ്യൂണലൈസേഷൻ. ഓക്കെ, പ്രത്യേകിച്ചൊന്നുമില്ല. കടകംപള്ളി മീറ്റ്സ് ചെന്നിത്തല. എഗെയിൻ നത്തിങ് പൊളിറ്റിക്കൽ ന്യൂസ് ആണില്ല. അസംബ്ലി പാസസ് റെസൊല്യൂഷൻ അർജിങ് സെൻറ്റർ ടു വിഡ്രോ അമെൻമെൻറ്റ്സ് ടു FCRA റൂൾസ്. ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിൻ്റെ കാര്യങ്ങളാണ്. ഇടുക്കി റിസർവോയർ ഫേസസ് ക്രിട്ടിക്കലി ലോ സ്റ്റോറേജ് ലെവൽ. നമ്മുടെ റെയിൻ കുറഞ്ഞുകൊണ്ട് ബിലോ നോർമൽ റെയിൻ ഫോർകാസ്റ്റ് ഫോർ ജൂലൈ റേസസ് കൺസേൺ. അപ്പോൾ നമുക്ക് ഇനി കിട്ടാൻ പോകുന്നതും കുറച്ച് മഴയായിരിക്കും എന്നാണ് പറയുന്നത്. ഗവൺമെൻറ് പ്രയോറിറ്റീസ് ബെസ്റ്റ് ടു ടാക്കിൾ പവർ ക്രൈസിസ്.
ബസ്സിൻ്റെ കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റംസ്, അത് ഈ ഇലക്ട്രിസിറ്റിയുടെ ഇഷ്യൂസിനെയൊക്കെ ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. Okay, so there is an ad of NEET PG exam being conducted. Then JPC likely to retain clause on removal of ministers. ഓക്കെ, ഇവിടെ ഒരു ന്യൂസ് മാത്രമാണ് എനിക്കതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയത്, ബട്ട് ഇറ്റ് ഈസ് ഓൾസോ കൈൻഡ് ഓഫ് എ പൊളിറ്റിക്കൽ വൺ. JPC likely to retain clause on removal of ministers. എന്താണെന്ന് പറയാം. After 10 rounds of meetings since December 2025, the Joint Parliamentary Committee examining the Constitution Bill 2025, 130ാമത്തെ അമെൻമെൻറ്റ് ബില്ലിന് എക്സാമിൻ ചെയ്യുന്ന JPC, ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി നമ്മൾ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഈസ് ലൈക്ലി ടു റെക്കമെൻഡ് റീറ്റെയിനിങ് ദ ക്ലോസ് ദാറ്റ് പ്രപ്പോസ് റിമൂവൽ ഓഫ് പ്രൈം മിനിസ്റ്റർ, CM ആൻഡ് അതർ മിനിസ്റ്റേഴ്സ് ഫ്രം ഓഫീസ് ഇഫ് ദർ അറസ്റ്റഡ് ആൻഡ് ഡീറ്റെയിൻഡ് ഇൻ കസ്റ്റഡി ഫോർ 30 കൺസിക്യൂട്ടീവ് ഡേയ്സ് ഫോർ സീരിയസ് ഒഫൻസ്. ഇപ്പം ഉന്നത ചുമതലകളിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥർക്ക്, അതായത് പ്രൈം മിനിസ്റ്റർ, ചീഫ് മിനിസ്റ്റർ അല്ലെങ്കിൽ മറ്റു മിനിസ്റ്റേഴ്സ് ആയിക്കോട്ടെ, അവർക്ക് 30 ദിവസത്തിന് കണ്ടിന്യൂസ് ആയിട്ട് കൺസിക്യൂട്ടീവ് 30 ദിവസത്തേക്ക് എന്തെങ്കിലും ക്രൈം റിപ്പോർട്ട് ചെയ്ത് അവർ അറസ്റ്റ് ചെയ്യപ്പെടുകയോ ഡീറ്റെയിൻ ചെയ്യപ്പെടുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ റിമൂവ് ചെയ്യണം ഫ്രം ദാറ്റ് പൊസിഷൻ എന്നുള്ളൊരു ക്ലോസിനെ കീപ്പ് ചെയ്യാൻ തന്നെയാണ് ഈ കമ്മിറ്റി ഡിസ്കസ് ചെയ്ത ശേഷം പറയുന്നൊരു കാര്യം. Draft report is expected to be circulated by July 10 and the panel is scheduled to meet on July 17 to finalize it ahead of monsoon session of Parliament. Most India bloc members had boycotted JPC, arguing that given the ruling alliance's numerical strength in 31-member panel headed by BJP MP Aparajita Sarangi, their views would not be accommodated എന്നാണ് പറയുന്നത്, അക്കോർഡിംഗ് ടു സോഴ്സസ്. ഓക്കെ, അപ്പോൾ അതിൽ അവിടെയും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. പൊളിറ്റിക്കലി ഒരു പാർട്ടിയാണ് കൂടുതൽ റെപ്രസെൻറ്റ് ചെയ്യുന്നു ഉള്ള ഒരു രീതിയിലുള്ളൊരു സംസാരമാണ്. According to sources, many members felt that the clause provides adequate time for seeking bail and is no way violative of principles of natural justice. അപ്പോൾ നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് ഒക്കെ നമ്മുടെ PSCയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ്, നമ്മൾ കേരള ഗവൺമെൻറ് അഡ്മിനിസ്ട്രേഷനിലൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വയലേഷൻ ആയിട്ടാണ് ഇവർ പറയുന്നത്. അറ്റ് ബെസ്റ്റ് കമ്മിറ്റി ഈസ് ലൈക്ലി ടു ഇഷ്യൂ കവിയേറ്റ് ടു പ്രിവെൻറ്റ് മിസ്യൂസ് ഓഫ് ലോ. അപ്പോൾ ഈ ലോ കൊണ്ടുവന്നാലും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, 30 ദിവസം ധാരാളമാണ് ഒരു ബെയിൽ കിട്ടാനെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ആ ഒരു 130ാമത്തെ അമെൻമെൻറ്റ് ബില്ലിനെ പറ്റി, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അമെൻമെൻറ്റ്സ് ഒക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണല്ലോ, അപ്പോൾ അതും കൂടെ ഒന്ന് ഫോളോ ചെയ്യുന്നത് നല്ലതാണ്. സോ കമ്മിങ് ടു ദി ലാസ്റ്റ് പേജ്, അകത്ത് ഒബ്വിയസ്ലി ഒപ്പീനിയൻ പേജും എഡിറ്റോറിയലായിരിക്കും. നമുക്ക് ആവശ്യമുള്ളത് മുർമു urges youth to make learning a lifelong pursuit. President Draupadi Murmu on Wednesday urged young graduates to make learning and innovation their lifelong pursuit. She said that the ability to adapt to rapid technological changes would define success in an increasingly knowledge-driven world. Addressing the first convocation of Central University of Andhra Pradesh, she said India's youth were its greatest strength. Actually, I too believe the same thing. Draupadi Murmu ആന്ധ്രാപ്രദേശിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ കുട്ടികളെ അഡ്രസ്സ് ചെയ്ത് പറഞ്ഞൊരു കാര്യമാണ്. ആൻഡ് ഐ ടു സ്ട്രോങ്ലി ബിലീവ് ഇറ്റ്, ബിക്കോസ് നോളജ് ഈസ് സംതിങ് യു കാൺ ടേക്ക് അവേ ഫ്രം എ പേഴ്സൺ. നമ്മൾക്ക് അറിവ് നേടിക്കഴിഞ്ഞാൽ അത് ഒരിക്കലും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. ഇപ്പം ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ ഐ ക്യാൻ സേ ദറ്റ് ഐ എം എ PSC ആസ്പിറൻറ്റ്. അപ്പോൾ PSCക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഈവൻ ദോ ഐ ഹാവ് എ BTech ബാക്ക്ഗ്രൗണ്ട്, ഞാനിപ്പം ജനറൽ PSCക്കാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ് വിൽ ടേക്ക് സം ടൈം ഫോർ മീ ടു എന്താ പറയുക, ഒരു ജോബിലോട്ട് എത്താനായിട്ട് അതിനൊരു എന്തായാലും ഒരു മിനിമം ടൈം ഗ്യാപ്പ് ഉണ്ട്. ആ ടൈം ഫ്രെയിമിൽ ഇഫ് ഐ ഫീൽ ലൈക്ക് ഓക്കെ ഐ ഹാവ് ടു ഏൺ ഫിനാൻഷ്യലി, എനിക്ക് ഈ അറിവ് ഡെലിവർ ചെയ്യാം, എനിക്ക് പഠിപ്പിക്കാം, ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഉണ്ട്, ടീച്ചിങ് കോച്ചിങ്ങിന് പഠിപ്പിക്കാൻ പോവാം. സോ ഇപ്പോൾ BTechൻ്റെ യൂസ് ചെയ്തില്ലെങ്കിലും ഞാൻ ഇപ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ എനിക്ക് ഡെലിവർ ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഈസ് വാട്ട് ഇൻഡയറക്ട്ലി ദ്രൗപദി മുർമു ഓൾസോ സെയിങ്. നമുക്ക് റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക. അതിപ്പം ഒരു കോഴ്സ് എടുത്തോ അല്ലെങ്കിൽ ഒരു ഡിഗ്രി തന്നെ ആവണമെന്നില്ല. യു ക്യാൻ സിംപ്ലി ലേൺ തിങ്സ്. ആ ഒരു മൈൻഡ് സെറ്റ് എപ്പോഴും നമ്മൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകുള്ളൂ. സോ യു ഓൾ, നിങ്ങൾ PSCക്ക് വേണ്ടി മാത്രം പഠിക്കുന്നില്ല, ഒരു ജോലിയിൽ കയറിയാലും ട്രൈ ടു ലേൺ ന്യൂ തിങ്സ്. അത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ബെറ്ററായിട്ട് പോകാനായിട്ട് തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. ഒന്നല്ലെങ്കിൽ വേറൊരു രീതിയിൽ ചിലപ്പോൾ അത് ഫിനാൻഷ്യലായിട്ടുള്ള നിങ്ങൾക്കൊരു ബെനിഫിറ്റും തന്നെന്ന് വരാം. അപ്പോൾ അതുകൊണ്ട് അറിവൊരിക്കലും ചെറുതായിട്ട് നിങ്ങൾ കാണരുത്.
Kerala takes another step towards becoming Keralam. Kerala Assembly endorsed the President's reference on proposal to officially rename to Kerala. House considered the Kerala alteration of name bill 2026, which was referred by President to seek its opinion. അപ്പോൾ പ്രസിഡന്റിന് കൊടുത്തിട്ടുണ്ട്. ലെജിസ്ലേറ്റേഴ്സ് അനാനിമസ്ലി എൻഡോസ്ഡ് ഓൾ ക്വരീസ് റേസ്ഡ് ബൈ പ്രസിഡന്റ് ഓൺ ഓക്കെ. Kargil war veteran honored for suicide prevention work. Special court rejects Priyank's claim in as defamation case. Judge terms minister's contention that the RSS is not a registered organization as devoid of merit. So the Senator Sheshadra's appointment as SCC State Election Commissioner writer. Kerala Governor Rajendra Vishwanatha Arlekar on Wednesday assented to the UDF government's recommendation to appoint N. Sheshadrinathan, Judge Family Court Irinjalikuda, as Kerala State Election Commissioner. Important appointment ആണ് Kerala State Election Commissioner. ഇത് recommendation ആണ്. Most probably നടക്കുമായിരിക്കും. Government had come under fire from within the Congress and also the Communist Party for nominating an alleged ഓക്കെ. അവിടെ കുറേ പൊളിറ്റിക്സ് പറയുന്നുണ്ട്, പക്ഷെ നമുക്ക് അപ്പോയിൻമെൻ്റ് ആണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ പേര് മാത്രം ഓർത്ത് വെച്ചിരിക്കുക, ശേഷാദ്രിനാഥൻ. ഓക്കെ. ദെൻ ഓക്കെ, ഇതൊക്കെ കുറേ പൊളിറ്റിക്കൽ ന്യൂസാണ് ഇവിടെ മൊത്തം ഉള്ളത്. പിന്നെ നമ്മുടെ GSTയുടെ കേസ് വെച്ചില്ല, അതാണ് BB G. പിന്നെ ഇത് open letter to Modi Sharif. Okay, senders demography panel to send questionnaire to states. High level committee on demographic changes will seek details of population changes and increase in settlements since the 2011 census. It will also ask for sailors families. Jantar Mother turns hunger strike junction. Manipur on the boil again as 20 houses set on fire. Army chief unveils roadmap. Vijay for a future ready force. New leaders SMP. ഓക്കെ, ഐ തിങ്ക് വി ആർ ഡൺ ഫോർ ടുഡേ. ഇപ്പോൾ കുറച്ചധികം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പോസ്റ്റുകളുണ്ട്, പോസ്റ്റല്ല വാട്ട് ഡു വി സേ, ആർട്ടിക്കിൾസ് ഉണ്ട് ഇതിനകത്ത്. ബട്ട് ഐ തിങ്ക് ഐ ഡോണ്ട് ഹാവ് ഇനഫ് ടൈം ടു റീഡ് ഇറ്റ്. സംഡേ ഐ വിൽ ഗെറ്റ് എ ഹാബിറ്റ് ഓഫ് റീഡിങ് ദാറ്റ് ടു. അതാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം ഐ ഫീൽ ദർ ഇസ് എ ലോട്ട് ഓഫ് ഇൻഫർമേഷൻ ദാറ്റ് ദിസ് ന്യൂസ് പേപ്പർ ക്യാൻ ഗിവ് അസ്. അത് നമ്മുടെ ഒരു പേഴ്സണൽ ഡെവലപ്മെൻറ്റിന് പോലും പലപ്പോഴും ഹെൽപ്പ് ചെയ്യാൻ ചാൻസ് ഉള്ളതെന്ന് തോന്നിയിട്ടുണ്ട്. സോ ഐ വിൽ ഡെഫിനറ്റ്ലി ബി ഇൻട്രസ്റ്റഡ് ഇൻ. പക്ഷേ നമുക്ക് ഇപ്പം എക്സാമിന് വളരെ കുറച്ച് സമയമുണ്ട്, അപ്പം ഒരുപാട് ടൈം ന്യൂസ് പേപ്പറിന് വേണ്ടി മാത്രം കൊടുത്തിട്ട് കാര്യമില്ല. പക്ഷേ ഡെയിലി ഒരു 45 മിനിറ്റ്സ് ന്യൂസ് പേപ്പറിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് ഐ ഡു ഫീൽ എ ഡിഫറൻസ്. ഒരു ചേഞ്ച് എനിക്ക് പൊതുവേ ഉള്ളൊരു കാര്യങ്ങളുടെ ഒരു അറിവ് ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ കറണ്ട് അഫെയർസ് മഗ്ഗപ്പ് ചെയ്യേണ്ടി വരുന്നില്ല. മറ്റൊരു ഞാൻ ഓരോ ന്യൂസും കാണാപ്പാടം പഠിക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടി എനിക്കൊരു ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. കാരണം ഞാനത് ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. എന്തെങ്കിലും ഒരു പുതിയൊരു കാര്യമാണെങ്കിലും എനിക്ക് ഡിഫിക്കൽട്ടി കുറവാണ് പഠിക്കാൻ. സോ ഇത് ലോങ് ടേമിൽ കൊണ്ടുപോയാൽ പിന്നീടുള്ള എക്സാംസിന് കുറച്ചുകൂടെ എനിക്ക് ബെനിഫിഷ്യൽ ആണെന്ന് തോന്നുന്നു. പക്ഷേ നമുക്ക് ഉടനെ വരാൻ പോകുന്ന മെയിൻസിനൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല. ഒരു 3 months ന്യൂസ് പേപ്പർ റീഡിംഗ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ അറിയാം എങ്ങനെയായിരിക്കും എന്നുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. സോ വി ഹാവ് കംപ്ലീറ്റഡ് ടുഡേയ്സ് ന്യൂസ് റീഡിംഗ് സെഷൻ. സോ നാളത്തെ റീഡിംഗ് സെഷനായിട്ട് നമുക്ക് നാളെ വൈകിട്ട് ഇതുപോലെ കാണാം. സോ ടിൽ ദെൻ ബൈ ടു ഓൾ. നന്നായിട്ട് പഠിക്കാം. ഓൾ ദി ബെസ്റ്റ്. സീ യു ഓൾ ടുമോറോ. ബൈ.